കഴിഞ്ഞ ദിവസം പി.വി. അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ അപ്ഡേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, പി.വി. അൻവർ യു.ഡി.എഫിന് മുൻപിൽ നിരുപാധികം കീഴടങ്ങുക മാത്രമായിരിക്കും അദ്ദേഹത്തിന് മുൻപിലുള്ള വഴി എന്ന്. അക്ഷരം പ്രതി അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതാണ് അൻവറുമായി ബന്ധപ്പെട്ട പ്രസ്താവനയും അതോടൊപ്പം തുടർന്ന് വന്നിട്ടുള്ള യു.ഡി.എഫ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാവ് വി.എം. സുധീരൻ പറഞ്ഞത്, ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യതയിൽ ഒരു പാർട്ടിയും മുന്നണിയും നിൽക്കുമ്പോൾ അവിടെ വിലപേശുക എന്നത് രാഷ്ട്രീയ ശൈലിയല്ല, തൻ്റെ ഇക്കാലമത്രയുമുള്ള അനുഭവ സമ്പത്തിൽ നിന്ന് തനിക്ക് മനസ്സിലായത് അതാണ് എന്ന വളരെ സൈദ്ധാന്തികമായിട്ടുള്ള എന്നാൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ മുതിർന്ന നേതാവ്, കോൺഗ്രസിനകത്ത് ഏറ്റവും ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. മുല്ലപ്പള്ളിയും കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും സി പി ജോണും രമേശ് ചെന്നിത്തലയും എല്ലാം പങ്കുവച്ചതും ഇതേ സമാനമായിട്ടുള്ള അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളും അഭിപ്രായങ്ങളുമാണ്. ആദ്യം ആര്യാടൻ ഷൗക്കത്തിന് അംഗീകരിക്കണം, യു.ഡി.എഫിനെ അസോസിയേറ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ യു.ഡി.എഫിൻ്റെ അച്ചടക്കത്തിലേക്ക് അൻവർ ഇറങ്ങി വരണമെന്നാണ് അവരെല്ലാം പറയുന്നത്. അൻവർ ഒറ്റയാനായി തുടരുകയാണ്. തൻ്റെ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെടാത്തതിലെ വൈമനസ്യം അയാളെ അസ്വസ്ഥനാക്കുന്നുണ്ട് എന്നതും വ്യക്തമാണ്. രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ അൻവർ അതിരൂക്ഷമായിട്ട് രംഗത്ത് വന്നു. ഇതോടെ അൻവറിൻ്റെ പദ്ധതികൾ തകർത്തത് ആരാണ് എന്നും എങ്ങനെയാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞതെന്നും എങ്ങനെയാണ് ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നുമൊക്കെ മലോകർക്ക് അൻവർ വ്യക്തമായ ധാരണകൾ നൽകി. അല്ലെങ്കിലും അൻവറിൻ്റെ വാക്കുകളും അൻവറിൻ്റെ പ്രയോഗങ്ങളും അൻവറിൻ്റെ ചില നീക്കങ്ങളുമെല്ലാം വളരെ സാധാരണക്കാർക്ക് വളരെ വ്യക്തമാകുന്ന രീതിയിലുള്ള പ്രസ്താവനകളിലൂടെയാണ് അദ്ദേഹം നടത്താറുള്ളത്. മലപ്പുറത്തെ ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും അതോടൊപ്പം തന്നെ ADGPക്കെതിരെയും ഒക്കെ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയപ്പോൾ അത് പതിയെ പോലീസിനെതിരാണ് എന്ന് തോന്നിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ച് പിന്നീട് ഭരണകൂടത്തിലേക്കും സർക്കാരിലേക്കും കൊണ്ടുപോയി ആ ഒരു ശൈലിയെ എല്ലാവരും അഭിനന്ദിച്ചിരുന്നത്. അതേ രീതിയിലാണ് ഇന്ന് അൻവറിൻ്റെ പത്രസമ്മേളനം ഉണ്ടായത്. മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളെയും UDF നേതാക്കളെയും പുകഴ്ത്തിയും അംഗീകരിച്ചും കാര്യങ്ങൾ പറയുമ്പോൾ പിടിവാശിക്കാരനായ തൻ്റെ ഈ ഒരു മുന്നേറ്റത്തിന് പ്രധാന തടസ്സക്കാരനാണ് എന്ന് അൻവർ വിശ്വസിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കൃത്യമായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൻവറിന് ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് പോവാൻ കഴിയില്ല. കാരണം ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കണമെന്ന സൈദ്ധാന്തികമായിട്ടുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് അൻവർ അവിടെ നിന്ന് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രനാകുന്നത്. അതേ തുടർന്നാണ് പിന്നീട് അവിടെ മത്സരം പോലും നടക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാനും കഴിയുന്നില്ല. കാരണം അൻവർ പറഞ്ഞിരുന്നു തൻ്റെ സ്ഥാനാർത്ഥിയായി താൻ സജസ്റ്റ് ചെയ്യുന്നത് മലപ്പുറം DCC അധ്യക്ഷനായിട്ടുള്ള ജോയിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാവണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരനല്ലാത്ത മുന്നണിക്കാരനല്ലാത്ത ഒരാളാവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ പോലും അല്ലെങ്കിൽ പ്രചാരണത്തെ പോലും അൻവറിനെ സ്വാധീനിച്ചു കൊണ്ട് നിന്നു എന്നൊരു ആക്ഷേപം തങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്നതിനാൽ അവിടെ അൻവർ സ്ഥാനാർത്ഥിയാക്കി ഒരിക്കലും നിർത്തരുത് എന്ന് പറഞ്ഞ് ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി അവിടെ കോൺഗ്രസ് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ചു എന്നത് വലിയ സത്യമാണ്. ഇനി അൻവർ തന്നെ സ്വതന്ത്രനായിട്ട് ഇടതും വലതുമല്ലാതെ സ്വതന്ത്രനായിട്ട് വീണ്ടും മത്സര രംഗത്തേക്ക് വരികയാണ് എന്ന് വെക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അവസരം ഉപയോഗിച്ച് ഇടതുപക്ഷം വീണ്ടും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കരുതുക. അങ്ങനെ വന്നാൽ അത് അൻവർ തന്നെ പറഞ്ഞ പിണറായിസത്തെയും സർക്കാരിൻ്റെയും ഒക്കെ ഈ ഒരു പിണറായിസത്തെയും സർക്കാരിനെയും ഒക്കെ തുരത്തണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭരണത്തെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ അൻവറിൻ്റെ തന്നെ വാദത്തെ റദ്ദ് ചെയ്യപ്പെടുന്ന പൊളിച്ചടക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറും. അല്ലെങ്കിൽ അവിടെ അൻവർ വിജയിക്കണം. അതിനുള്ള സാധ്യതകൾ കണ്ടറിയുക തന്നെ വേണം. ഒരു കണക്കിന് ഈ വിവാദം UDFന് നിശബ്ദമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നായിരുന്നു. അൻവറിന് ഒരുപാട് പരാതികളുണ്ട്. അൻവർ ഒരു ത്യാഗം ചെയ്ത് വന്ന ആളാണ്. അൻവർ ഒരു സുപ്രഭാതത്തിൽ മറ്റു UDF നേതാക്കളുമായിട്ടൊന്നും ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു രാജിയൊക്കെ വെച്ചിട്ടുണ്ടാവുക എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അൻവർ ഉന്നയിച്ചത് പിണറായിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളാണ്, സർക്കാരിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളാണ്, തീവ്രമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. എന്നാൽ ഇതേ അഭിപ്രായം തന്നെയുള്ളതാണ് UDF. അതുകൊണ്ട് തന്നെ അൻവറിന് വളരെ സൈലൻ്റായിട്ട് പിന്തുണ
പല നേതാക്കളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന് അൻവർ തന്നെ പറയുകയും പല UDF നേതാക്കളുടെ പ്രതികരണം കാണുമ്പോഴും നമുക്കത് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അൻവർ അത്തരത്തിൽ ത്യാഗം ചെയ്തുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ച് വരുമ്പോൾ ആ ത്യാഗത്തിന് വില കൽപ്പിക്കാൻ UDF തയ്യാറാവണമായിരുന്നു എന്ന അഭിപ്രായമാണ് അൻവർ മുന്നോട്ട് വെക്കുന്നത്. UDFൽ അസോസിയേറ്റ് ആക്കാമെന്ന മുന്നണി ധാരണ ഉണ്ട് എന്ന് PMA സലാം ഇന്ന് പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ ആ ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ UDFിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഏൽപ്പിച്ചതാണ്. എങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തുകൊണ്ടാണ് ഇത് വൈകിപ്പിക്കുന്നത്? ഇത് വൈകിപ്പിച്ചതാണ് അൻവറിൻ്റെ രോഷത്തിൻ്റെ ഒരു കാരണം എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തന്നെ നഗ്നനാക്കി നിർത്തി ഇപ്പോൾ ഒരു പാടത്ത് കൊണ്ടുവച്ച് ഇപ്പോൾ ചളിയെറിയുകയാണ് എന്ന അൻവറിൻ്റെ ആക്ഷേപത്തിൽ കുറച്ചൊക്കെ അൻവർ പറയുന്നതിൽ വസ്തുതയുമുണ്ട്. UDFന് ഇവിടെ അൻവറിനെ മാത്രമല്ല മറ്റൊരു പ്രധാന പ്രശ്നം അലട്ടുന്നുണ്ട്. UDFന് അൻവറിനെ പിന്തുണക്കുന്നതിലോ അൻവറിൻ്റെ സഹായം തേടുന്നതിലോ വ്യക്തി എന്ന നിലയിൽ പ്രശ്നമില്ല. പക്ഷേ അൻവർ നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ദേശീയ കക്ഷിയുടെ ഭാഗമായിട്ടാണ്. ഈ തൃണമൂൽ കോൺഗ്രസ് പലപ്പോഴും ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ട് ഇടഞ്ഞും അതോടൊപ്പം തന്നെ അലയൻസിൽ നിന്നുമൊക്കെ പുറത്തേക്ക് പോയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളെയും വെല്ലുവിളിച്ചും പശ്ചിമ ബംഗാളിൽ തന്നെ കോൺഗ്രസുമായിട്ട് മുന്നണി ഉണ്ടാക്കുന്നതിലൊക്കെ വൈമനസ്യം കാണിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു പാർട്ടിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പ്രശ്നമല്ല. പക്ഷെ മറിച്ച് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നതൊക്കെ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവേണ്ടതാണ്, കൂടുതൽ ധാരണകൾ ഉണ്ടാവേണ്ടതാണ്, കൂടുതൽ മുതിർന്ന ആളുകളിലേക്ക് ഇത്തരം ചർച്ചകൾ പോവേണ്ടതാണ്. ഒരു സുപ്രഭാതത്തിൽ എന്നെയും മുന്നണിയിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മുന്നണിക്കൊരു ഒരു സംവിധാനമുണ്ടാകും, ഒരു രീതികളുണ്ടാകും. ആ രീതികളൊക്കെ പാലിച്ചല്ലാതെ ചെയ്യാൻ സാധിക്കില്ല എന്നത് അൻവറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ UDF നേതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ധാരണയിൽ ഇതൊക്കെയാണ് പെട്ടെന്നൊരു ധാരണ എത്തുന്നതിലൊക്കെ പ്രശ്നമെന്നാണ് മനസ്സിലാക്കുക. എന്നാൽ അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് അൻവറിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയോ സമ്മതിപ്പിക്കുകയോ ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. തനിക്ക് രാഷ്ട്രീയമായി ഇനിയൊരു ഇടമുണ്ടാകില്ലെന്ന് കണ്ടാൽ അയാൾ പ്രതികരിക്കുക സ്വാഭാവികമാണ്. ആ പ്രതികരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശാലാർത്ഥത്തിൽ ആ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിസം അവസാനിപ്പിക്കുക എന്ന ആ ഒരു തിയറിക്ക് ബാധിക്കുന്ന ചില പ്രസ്താവനകളിലേക്ക് അതിര് കടന്ന് മുന്നോട്ട് പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അൻവറും ഒരു കാര്യം ആലോചിക്കണം. ഒരു യുദ്ധമുഖത്ത് ഒരു പാർട്ടി മുന്നണിയിൽ നിൽക്കുമ്പോൾ ആ മുന്നണിക്കെതിരെ അതിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാതിരിക്കാൻ അൻവറും ശ്രദ്ധിക്കണം. പറഞ്ഞ വാക്കുകളും ഉറപ്പുകളും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തീപ്പന്തമാവണം. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ അവസാന തിരഞ്ഞെടുപ്പൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും തിരഞ്ഞെടുപ്പുകൾ വരുന്നു, വീണ്ടും അവസരം വരുന്നുണ്ട് എന്നോർത്തുകൊണ്ട് തന്നെ പ്രതികരിക്കണം. ഏതായാലും വിവാദമുടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ മണ്ണം ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമെന്നൊരവസ്ഥ നിലമ്പൂരിൽ ഉണ്ടാവേക്കും. അതുണ്ടാവാതിരിക്കാൻ അൻവറും UDFും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല. കാരണം അവർക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല. അവർ കൂടി സ്ഥാനാർത്ഥിയാകുമ്പോൾ വീണ്ടും പോർക്കളത്തിൽ വാദപ്രതിവാദങ്ങൾ സജീവമാകും. അതിനിടയ്ക്കെങ്കിലും അൻവറുമായിട്ടുള്ള വാദപ്രതിവാദം അവസാനിപ്പിക്കാൻ UDFന് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.